ചോലാവര ഐലൻഡ് വിട്ടു. നമ്മൾ വേണ്ടി ഇപ്പം ഈ റണ്ണല്ലേ മറ്റേ ഉപ്പുപാടമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സംഭവം തിരിച്ചു വരുമ്പോൾ തന്നെ കണ്ടില്ല. അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കാണിച്ചില്ല ആ സാധനമാണ്. ആ റോഡിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുള്ള് കിളികളാണ്. ഈ റോഡിനാണെങ്കിൽ 9 കിലോമീറ്ററോളം നീളമുണ്ട് ഈ കടലിൽ കൂടെ. ആ കിളി പറക്കുന്നതാണ്. പക്ഷേ ഭയങ്കര രസമാണ്. പക്ഷേ എൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. ഞാൻ നോക്കട്ടെ മൊബൈലിൽ എടുക്കാൻ പറ്റുമോ. അത് ഇങ്ങനെ പൊങ്ങി താന്നും ഒന്നല്ല, കുറേ എണ്ണം. ഇതാണ്ടോ ശബ്ദം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ പറന്നു പോകും. നടക്കാൻ തുടങ്ങി എന്നെ കണ്ടപ്പോൾ തന്നെ. അടുത്തുള്ളതിനെ കാണിക്കാം. ഞാൻ വരുന്നതിനനുസരിച്ച് പുള്ളി മുന്നോട്ട് നീങ്ങുവാണ്. അത് നിങ്ങൾക്ക് പേടിയാന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ. ഞാനൊന്നും ചെയ്യത്തില്ല. അതിൽ പാസ് ചെയ്ത് പറഞ്ഞോളൊന്നും അതിനറിയത്തില്ലല്ലോ. ഇതുണ്ടോ ഈ ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അത് ഇതിൻ്റെ ചുണ്ട് കണ്ടോണേ, കണ്ടോ വളഞ്ഞിരിക്കുന്ന ചുണ്ട്. എന്നെ കാണുമ്പോൾ മുന്നോട്ട് പോകുന്നതാണ്. കണ്ടോ അതിൻ്റെ പേടിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ചുണ്ട് കണ്ടോ വളഞ്ഞിരിക്കും. നിർത്തിയിട്ട് കാര്യമില്ല, അത് പറന്നു പോകും. നിർത്തിയപ്പോൾ പറന്നു പോകും. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങിക്കളിയോ. പുള്ളി അപ്പോൾ അത് നമ്മളെ ഒതുങ്ങി അങ്ങോട്ട് നീങ്ങി. ഇവിടെ എല്ലാം മറ്റേ വേറെ ടൈപ്പ് കളിയേ. ഇവിടെ ഫുള്ള് മറ്റേ ആ സാധനം ആ ചുണ്ട് വളഞ്ഞിരിക്കും. പറക്കുന്നുണ്ടോ? നൈസാട്ടോ, നൈസാ. കൊടും സാധനമായിട്ട് നിർത്തുമ്പോൾ കണ്ടോണേ അത് മുന്നോട്ടങ്ങ് പോകും. അത് നോക്കുന്നുണ്ട്, എല്ലാം എന്നെ നോക്കുന്നത്. അതിൻ്റെ ചുണ്ടുണ്ട് അതിനെ വളഞ്ഞിരിക്കുന്നത്. ഫുള്ള് കിളികളാണ്. കണ്ടോ പറക്കുന്നുണ്ടോ? കുഞ്ഞു കറപ്പം കാണാൻ പറ്റുന്നുണ്ടോന്ന് കാണാനുണ്ടോ? നൈസാട്ടോ. അതിനെ കണ്ടിട്ടുണ്ടോ? അനങ്ങിയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാൻ പോവാം, അതിന് ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ ലെറ്റ്സ് ഗോ. അടുത്ത സ്ഥലം ഈ വെള്ളത്തിൻ്റെ 2 സൈഡിലും മുഴുവൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ കിളികളാണ്. മുഴുവൻ ഗോളിയാ. എന്ത് രസമാണ് കാണാൻ. അടിപൊളി. ടൈം ലാപ്സ് എടുത്തിട്ട് കാര്യമില്ല, വീഡിയോ എടുത്തിട്ടേ കാര്യമില്ല. കാരണം നമുക്ക് കാണാൻ പറ്റത്തില്ല. വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാം. ആണ് എന്നെ കണ്ടിട്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാം തിരിഞ്ഞ് ഇങ്ങോട്ടാണ് നോക്കുന്നത്. എനിക്ക് എല്ലാം കാണിക്കണമെന്നുണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കാറ്റാ. അവിടെ ഇങ്ങോട്ട് ഭയങ്കര കാറ്റടിക്കുക. തണുക്കുന്നു. തിരിച്ചിടാൻ വയ്യ. ഭയങ്കര തണുപ്പം. ഡൊളാവരെന്ന് പുറത്ത് വന്നു. അവിടെ എങ്ങും പെട്രോൾ പമ്പ് ഇല്ലായിരുന്നു. നേരെ പുറത്ത് ബലാസർന്നോ അങ്ങനെ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് ഇപ്പം മൊമൈമൂറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ വഴി നേരെ അവിടെ എത്തുന്നു. എന്തോ സെറ്റപ്പൊന്നും എനിക്കറിയില്ല. എന്തോ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ. അവിടെ എന്തോ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്തോ മൂവായിട്ട് ഒരു പ്രാവശ്യം വന്ന് സെറ്റായ ഒരു ഏരിയ ഉണ്ട്. 600 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. മാട്ടനിൽ ഒരാൾ സ്റ്റേ തരാമെന്ന് പറഞ്ഞിട്ട് കൗച്ച് സർഫിങ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 2 ദിവസം അവിടെ പാട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ആണ്. എൻ്റെ അവസാനത്തെ സ്ഥലമാണ് ഗുജറാത്തിൽ. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ രാജസ്ഥാൻ കയറും. അതിന് മുമ്പ് കുറച്ച് വീഡിയോ കൂടെ എഡിറ്റ് ചെയ്യണമെന്നും പിന്നെ എന്താ പറയുക അങ്ങനെ തണുപ്പ് നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്. ഭയങ്കര തണുത്ത കാറ്റടിക്കുന്നു. ലെറ്റ്സ് ഗോ. ഇതുണ്ടോ മയിലിൻ്റെ കുഞ്ഞുങ്ങളെ. എന്നെ കണ്ട് ഓടി. കുഞ്ഞുങ്ങളല്ല, കീരി കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്നായിരുന്നു. അവർ തിരിച്ചോടി. ശരിക്കും ഒരു കാട് പ്രദേശം കേട്ടോ ഇത്. നമ്മളവിടുത്തെ പോലെ എന്താ പറയുക അങ്ങനെ കാടായിട്ട് വലിയ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമൊന്നുമല്ല.
ഈ മുള്ള ഇവിടുത്തെ മെയിൻ പ്രശ്നക്കാരെ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് തന്നെ ഉണ്ടാവും. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറൊരു സാധനം ഉണ്ടാകത്തില്ലെന്ന്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് ഇവർക്ക് കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുണ്ട് ഇവിടുത്തെ ഒരു കട. ഇത് റെഡ് ബുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഈ കടയിൽ. ഒരു ചെറിയ ഗ്രാമം. ചെറുതോ കുറേ പേർക്കൊന്നും ഇവിടെ ബാർബർ ഷോപ്പ്. ഇവിടെ ഒത്തിരി പേർക്ക് ഈ ഹിന്ദി അറിയത്തില്ല. ഹിന്ദി അറിയാത്തത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് വർത്താനം പറയണമെന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. ഞാനിപ്പോൾ ആ കണ്ട അച്ചായനോട് എന്തോ ചോദിച്ചു, ആ ഈ എന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലായില്ല, പുള്ളി പറഞ്ഞത് എനിക്കും മനസ്സിലായില്ല. അതാ ഞാൻ കേരള തൊട്ട് കാണിച്ചു, കേരള ജീജേ ബഹാർ എന്ന് പറഞ്ഞു. എന്നാ ശരി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. കണ്ട എല്ലാവരും ഈ വഴിയിൽ ഇങ്ങനെ നിർത്തി. വണ്ടിക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നുണ്ട്. ഇതിലെ ജീപ്പ് പോകുന്നുണ്ട്. കൊലേറയിൽ വന്നിട്ട് അവർ വേറെ സ്ഥലത്തോട്ടൊക്കെ പോകുന്നു. വേറൊരു വണ്ടി ഇത് കണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ പുള്ളി രാജസ്ഥാനികളാണ്, ഗുജറാത്തികളല്ല ശരിക്കും പറഞ്ഞാൽ. രാജസ്ഥാനികൾ, ഗുജറാത്ത് ആണെങ്കിൽ കൂടി രാജസ്ഥാനി ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കാണിച്ചാൽ മതി. അതാണ് ഇവരുടെ വിജയം കേട്ടോ, ആൾക്കാരുടെ വിജയം. തിരിച്ചു കാണിച്ചാൽ നമ്മളെ തിരിച്ചു കാണിക്കും. നമ്മളവിടെ ആൾക്കാർ ചില സമയത്ത് അത് കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ തിരിച്ചു കാണിച്ചിട്ട് നോക്കുക ഈ മൊമൈമറ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഉള്ളിലുള്ള ഏതൊരു ഗ്രാമമോ അവിടെ ഏതോ അമ്പലമോ അങ്ങനെ എന്തോ സംഭവം കേട്ടോ. ഇതുണ്ട് അങ്ങോട്ട് പോകുന്നിടത്ത് ഈ ഭിത്തിയൊക്കെ പണിതേക്കുന്നുണ്ടോ, മതിൽ കല്ലിങ്ങനെ വെച്ചിട്ട് അത് തേച്ചേക്കുക. ചെളി കൊണ്ടോ സിമെൻറ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഏതോ ഗ്രാമത്തിനകത്തുകൂടെ പോകുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നോട് എൻ്റെ ഇപ്പോൾ ഒരാൾ വർത്താനം പറയാത്ത ഒരാളാണ്. പുള്ളി അവിടെ നിന്ന് കൈയൊക്കെ പൊക്കി കണ്ടിച്ചിട്ട് എന്തോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. പോവല്ലേ എന്ന് വല്ല ആണോ ദൈവത്തിനറിയാം. ഇന്ന് ഭാരത് ബന്ദ് കേട്ടോ. ഇന്ന് 26-ആം തീയതിയാണ്, നവംബർ 26. ഭാരത് ബന്ധാണ്. ഇവിടെ ഒരു ബന്ധുവില്ല. ഇതെല്ലാം നോർമലായിട്ട് തന്നെ തുറന്നു വെക്കും. വെള്ളത്തിന് കളറുണ്ടോ, പച്ച കളർ. പക്ഷെ വഴിയില്ല. അയ്യോ, വഴി ഇങ്ങനെ പണിയുന്നേ ഉള്ളൂ, മെറ്റിലൊക്കെ കൊണ്ടിട്ടിട്ട്. എന്നാലും എനിക്ക് ഈ ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. ശരിക്കും ഇത് നല്ല ബോർഡർ മേഖല ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഡെവലപ്മെൻ്റൊക്കെ ഉണ്ട്, പക്ഷേ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ല. എന്നാലും സൈലൻ്റാ, വലിയ ബുദ്ധിമുട്ടില്ല വണ്ടി ഓടിക്കാൻ. നൈസാ, അടിപൊളി. കൊടും മൂടാട്ടോ, കൊടും മൂഡ്. മൂഡോൺ. സോറി, ഇതിൽ കാണുമ്പോൾ കാണിക്കാം. ഗ്രാമം
ബോർഡർ ഗ്രാമങ്ങളൊക്കെ നൈസാണ് കേട്ടോ, വേറൊരു ഫീലാണ് ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരാണോ പാകിസ്ഥാൻകാരാണോ രാജസ്ഥാനികളാണോ ഗുജറാത്തികളാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്ന ടൈപ്പ് സ്ഥലമാണ് ഇതല്ലോ. ഇവിടെ ഒരു രാജസ്ഥാൻ ഫീലില്ല ഇപ്പം. കൊള്ളാട്ടോ ഈ സ്ഥലം. നമ്മൾ കണ്ട പോലൊക്കെ തന്നെ, മറ്റു സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നത് ഏകദേശം. അടുത്തൊരു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ റിമൈൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് പറയുന്നതാണ്. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് ഞാൻ ഇവിടെ ഈ ഒരു ഇടവഴിയാണ് കാണിക്കുന്നത്. ഇതിലൊന്ന് പോയി നോക്ക്, എവിടെ വരെ എത്തുമെന്നൊന്നും അറിയത്തില്ല. അങ്ങോട്ട് പോവാം അല്ലേ? ഇവിടെ നിന്ന് ആരും വരാറൊന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി വേറെ വഴി ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു വഴി ഉണ്ടോ, ഈ ഒരു സ്ഥലം ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. മാപ്പ് നോക്കിയിട്ട് അവിടെ എന്തൊക്കെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇത് ഓഫ് റോഡാണല്ലോ. നോക്കട്ടെ വഴി ഉണ്ടായാൽ മതിയായിരുന്നു മിനിമം. ഇതിലൊന്നും വഴിയൊന്നും ഇല്ലല്ലോ. സുഗോത്തട ചുമ്മാ പോയി നോക്കല്ലേ, മണലാണ്. ആന്ന് പോയാ മുഞ്ചി. ഇതിലെ പോത്ത് മാത്രമേ പോകാറുള്ളൂ, ഈ വഴിയില്ലേ. അതുകൊണ്ട് സുഗോത്തറ മുള്ളും എല്ലാം കയറിയ പൊടി. ഇന്നലെ പോയില്ലേ, ഇന്നലെ പോയ പോലത്തെ വഴിയാണല്ലോ സുഗോത്തറ. നോക്കട്ടെ എന്തെങ്കിലും ആയിട്ടൊന്നും വഴിയില്ല കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും ആരും വരാറില്ല കേട്ടോ, ഒരു പട്ടിക്കുഞ്ഞ് പോലും കണ്ടിട്ട് അതുപോലെ എനിക്ക് തോന്നുന്നു. ഇനി ഉണ്ടെന്നാ 1 കിലോമീറ്ററോളം. നമ്മളെങ്ങനെ ഇതിനകത്തൂടെ പോകും? പഞ്ചറങ്ങാണോ കുടുങ്ങി. ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കാത്ത സ്ഥലമാണല്ലോ. എന്തായാലും അവിടെ പോയി ചായ കുടിക്കാം, അല്ല ഇപ്പം എന്ത് ചെയ്യാൻ. ഇരുന്നാ മതി. രസമുണ്ട് കേട്ടോ ഇതിലെ പോവാൻ. അയ്യോ, ഓഫ് റോഡ് വണ്ടിയും കൂടെ ആയിരുന്നെങ്കിൽ പൊളിച്ച്. ഇതിന് ഓഫ് റോഡ് പോകാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ ടയർ തീർന്നിരിക്കുവാണ് പുറകിലത്തെ. അയ്യോ, ഇങ്ങനൊരു വഴിയില്ല കേട്ടോ ഇതില്. ഇത് തോടാണെന്ന് തോന്നുന്നു. ചുമ്മാ പോവല്ലേ, ഊത്തി കയറും. പണിയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ മിച്ചം ഉണ്ടാവുക ആർക്കറിയാം. അയ്യോ അയ്യോ, ഇതിലെ വണ്ടി പോകാറില്ല എന്തായാലും. ഇല്ല കാള വല്ലതും പോയാലേ ഉണ്ട്. അയ്യോ, ഇല്ലാത്ത വഴി കൂടെ ഒക്കെ പോയി എന്തെങ്കിലും പറ്റുള്ളൂ. ചിലപ്പോൾ ഇതിലെ അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് വഴി കാണും ഇങ്ങോട്ട്. എനിക്ക് അങ്ങനെയുള്ളൊരു സാധ്യത കാണും. ഓ, ഇതിലെ വണ്ടി പോയിട്ടുണ്ട് കേട്ടോ.
ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതുപോലത്തെ അഡ്വഞ്ചർ പരിപാടിയൊക്കെ നടത്താം. എനിക്കിഷ്ടമൊക്കെയാ, ടയറിനൊന്നും പറ്റായിരുന്നാൽ. ഇത് 400 മീറ്റർ കാണിക്കുന്നുണ്ട്. അയ്യോ വഴിയില്ല അല്ലോ. ഇതെവിടെയാണോ ഒരു പിടുത്തമില്ല. വണ്ടി ഇങ്ങോട്ടങ്ങനെ ഒതുക്കിയാലോ? കൊള്ളാം. ഇവിടെ എന്തോ ഒരു സാധനം ഉടനെ കണ്ടുപിടിച്ചിട്ടില്ല. ഫുള്ള് വണ്ടി പോകുന്ന ആദ്യം നോക്കിയിട്ട് വരാതെ എന്നിട്ട് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും, അതായത് നടക്കുകയുള്ളൂ. വണ്ടി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടു, ഇതിനകത്തൂടെ എങ്ങനെ വണ്ടി പോകാനാ? ഞാൻ വണ്ടി അവിടെ വെച്ച് 1 മിനിറ്റ് കാണിക്കും, 400 മീറ്റർ. നോക്കട്ടെ. വണ്ടി ഇവിടെ വരും കേട്ടോ, വണ്ടി ഇതിലേ പോവും. ഇവിടെ വരെ വരും, വണ്ടി കിട്ടുന്നില്ല അല്ലേ? കോമഡി ആണല്ലോ ഇതിലെ വഴി. എൻ്റെ കാലെല്ലാം മുറിഞ്ഞു. എവിടെ റീസെൻറ്റർ? ഇതിലേതോ ആണ് സാധനം. നമുക്ക് അങ്ങോട്ടേക്കാണ് മാറ്റി നിർത്താം. അല്ലേ വലിയ വണ്ടി പോകുന്ന വഴി. ഇതിലേ വഴി അങ്ങോട്ട്. ഫുള്ള് കൃഷിസ്ഥലമാണല്ലോ. വഴി ഇവിടെ എന്ത് ചെയ്യും? അത് എന്തായി തീരും. ഇതിലൊരു നല്ല വഴിയാണ്, ഇതിലെ മതിയാകല്ലേ. ആഹാ, വിശാലമായ വഴി. ഇവിടെ ഫുള്ള് പൊളിച്ചിട്ടേക്ക് കാണുന്നു. റൈറ്റോ? ഇവിടെ റൈറ്റിലൊരു കുന്തവും കാണുന്നില്ലല്ലോ. അമ്മച്ചി, ഇവിടെ ഒന്നുമില്ല. ഇവിടെ എല്ലാം മൂടി, ഇവിടെ എല്ലാം മൂടി കിടക്കോട്ടെ. ഇതെല്ലാം മണ്ണിട്ട് നേരത്തെ തെണ്ടികൾ. ഫോട്ടോ എടുത്ത് ഊളമ്മച്ചി കൊടുക്കട്ടെ. അയ്യോ, കാലും പോയി, എല്ലാം പോയി. ഇവിടെ ഒരു കുന്തവും ഇല്ല. എൻ്റെ സ്ഥലി സിവിലൈസേഷനൊക്കെ മാര് നശിപ്പിച്ച് കളഞ്ഞു. ഫുള്ള് JCBക്ക് മണ്ണിട്ട് മൂടിയെന്ന് തോന്നുന്നു. ഊളമ്മച്ചി എൻ്റെ ചർച്ച കണ്ടോ? കാലെല്ലാം മുറിഞ്ഞു, കാലെല്ലാം മുറിഞ്ഞു. ഈ ഇതിൻ്റെ ഇവിടെ കാണണ്ട പക്ഷേ ഇത് കണ്ടോ? ഇവിടെ ഫുള്ള് ഇങ്ങനെ കുഴിച്ചു കൂടിയിട്ടേക്കും. എന്നാ സംഭവം എനിക്കറിയില്ല. ഫോട്ടോ കാണിക്കുന്നതൊക്കെ വേറെ എവിടത്തെയോ ഫോട്ടോസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഞാനും കൊള്ളാം. തിരിച്ചങ്ങനെ പോവോ? റോഡില്ല, അതല്ല ഏറ്റവും വലിയ പ്രശ്നം. എങ്ങോട്ട് പോവും? ഈ വണ്ടി വന്ന റൂട്ടിൽ അങ്ങ് പുറകിലോട്ട് പോയി നോക്കാം, അതിലങ്ങ് പോവാം. വൈകിട്ടത്തേക്കിന് അവിടെ ചെന്നാൽ ടയറില്ല. അയ്യോ, ഒരു വ്യക്തതയില്ല. അയ്യോ, ഒരു വ്യക്തതയില്ല. എനിക്ക് തോന്നുന്നത് എന്നാണ്, ഒന്നുകിൽ ഇവർ ഈ കുഴിയൊക്കെ കുഴിച്ചേക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇവിടെ എങ്ങും ഇല്ല. ഞാൻ വെറുതെ ഇവിടെ വന്നു. ഗൂഗിളമ്മച്ചി പക്ഷെ ഫോട്ടോസ് ഉണ്ടെന്ന്, എല്ലാം പഴയ ടൈപ്പ് ഫോട്ടോസ് ഉണ്ട്. ഇവിടെ എല്ലാം ഈ റോഡ് കണ്ടു,
ഇവിടെ എല്ലാം എന്തോ പണി നടക്കുന്നു നോക്കിയുണ്ട്. തേങ്ങ എന്നാന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇത് എങ്ങനെ പുറത്ത് പോകുന്നറിയ എടുത്തുമില്ലല്ലോ. ഇനി ആരോട് ചോദിച്ചിട്ട് പോകും. ഈ വഴി നേരെ അങ്ങോട്ട് പോവാം. പുറത്തെവിടെയല്ലോ എത്തുകയായി. വണ്ടി വലിയ വണ്ടിയൊക്കെ വരുന്നല്ലേ. അയാൾ ആകാശത്തൊന്നും നല്ല ഈ പുള്ളിയോട് ചോദിക്കാതെ. भैया इधर से कैसा बाहर जाएगा? मुझे रोड में जाना है, मेन रोड पे। मेन रोड पे जा रहा है। इधर कुछ पुराना है बोला, कुछ नहीं दिखा मैं। क्या? इधर कुछ पुराना जो पहले का जो आदमी रहता है वो सब इधर है बोल के। क्या कर रहा है? नहीं, मैं तो ऐसा आया, हम जो नेट पे देख के आता है तो पुराना जो होता है ना पहले का आदमी रहा जो हड़प्पा है ना उधर धोलावीरा में होता है ना एक पुराना। हाँ वैसा इधर भी है बोल के देखा इसमें, तो देखना है, लेकिन इधर तो कुछ है नहीं। क्या देखना है मेरे को पता नहीं क्या कैसा है जो धोलावीरा में आप देखा है वो अंदर होता है, देखा है ये नाम है इसका नहीं, ये वाला सुकाटा इंडस वाली सिविल ऐसा लिखा है इसमें, लेकिन ऐसा वाला कुछ है नहीं इधर। नहीं वो आप तो धोलावीरा में देखा होगा ना शायद, वो पुराना ऐसा पत्थर से बना हुआ। हाँ वैसा इधर भी है करके इसने बताया। तो मैं ऐसा थोड़ा उधर से गली से आया तो इधर कुछ है नहीं, फालतू का आ गया। आप गाड़ी चला रहे इधर क्या है, रोड बना रहे क्या इधर? रोड बनानी है, मट्टी का खुदाई बस वही है वही है। यार फालतू का आ गया मैं। मेरा नाम साजिद है, मैं केरला से। चलो फिर जाएगा, इधर से सीधा मेन रोड आएगा ना? ये रास्ता नहीं छोड़ना है। हाँ रास्ते पे रोड पे आ जाएगा। हाँ जी किलोमीटर दूर है वहाँ से। मेरे को पाटन जाना है। पाटन कैसे जाएगा? हाँ पाटन ये सामने रोड आता है। हाँ रोड पे हाँ ये तरफ से। हाँ दूसरा हाईवे मिल जाएगा। ठीक, फिर मैं बाकी इसमें देखता हूँ। ठीक है यार, जाता हूँ। थैंक यू। हाँ ഇവിടെ ഒരു കുന്തവുമില്ല. ഗൂഗിൾ അമ്മച്ചി ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഗൂഗിൾ അമ്മച്ചി ഞാൻ നിങ്ങൾക്ക് ഫോട്ടോയും ആ ലൊക്കേഷനും ഇട്ടത് നിങ്ങളൊന്ന് നോക്കി നോക്കുക. അതിനകത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ഹരപ്പയൊക്കെ കണ്ട ആ മൂഡിൽ ഇങ്ങോട്ട് വന്നു. തേങ്ങ ഇവിടെ ആകുമ്പോഴത്തേക്ക് റോഡ് പണിക്ക് മണ്ണ് കുഴിച്ചിട്ടേക്കുന്ന സ്ഥലത്തിനാണല്ലോ തേങ്ങ പോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി വല്ല ഉണ്ടോ എന്ന് ആർക്കറിയാം, ഇവർക്കൊന്നും അറിയാത്തിട്ടാണോ. എന്നാലും ലെറ്റ്സ് ഗോ. തിരിച്ച് പാട്ടണിലേക്ക് പോവാം. നമുക്ക് പോയി റോഡല്ല ടയർ ശരിയാക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇതായിരിക്കുമല്ലേ വഴി? പോകുന്നത് ഫുള്ള് മണ്ടറോടി കൂടെ. ഇപ്പോൾ പോയാൽ എന്താ അയ്യോ മിക്കവാറും തലയകത്ത് എവിടെയെങ്കിലും വീഴുമെന്ന് തോന്നുന്നു. ഇന്നത്തെ ദിവസം എങ്ങനെ ആവുമോ. എന്നാലും സ്റ്റേ കിട്ടിയിട്ടുണ്ടോണ്ട് ടെൻഷനില്ല. പതുക്കെ പോയാൽ മതി. 6 മണിയാകുമ്പോൾ എനിക്ക് പാട്ടനെ ചെന്നാൽ മതി. അവിടെ കൗച്ച് സർഫിങ്ങിൽ നമ്മുടെ ഒരു ചേട്ടൻ ഇല്ല പിള്ളേരുടെ വീട്ടിലോട്ട് എന്നാൽ എന്നാണ് പറഞ്ഞത്. ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോയാൽ മതി. അയ്യോ ടയറേ എന്നെ കൊണ്ട് മറിച്ചിട്ടല്ലേ എനിക്ക് വയ്യ. പക്ഷേ രസമുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കൂടെ പോകാനാണെങ്കിൽ വരും. നമുക്കിതാണല്ലോ ഇഷ്ടം. ലെറ്റ്സ് ഗോ. ഇതുണ്ടോ നമ്മളൊരു കാറ്റിൽ കൂടെ കേട്ടോ പോകുന്നത്. ഇതുണ്ട് ആ സൈഡിലും 6 ഈ സൈഡിലും 6. ഈ അവസ്ഥയൊക്കെ വരുമായിരുന്നു നമ്മുടെ നാട്ടിലും. വറ്റി വരണ്ട് ടാറിട്ട റോഡൊന്നും ഒരു കുഴപ്പമില്ല. അതായത് ഇതിലെ വെള്ളം ഒഴുകാറില്ല. വളരെ കുറവ് അങ്ങാണ്ട് ഒഴുകാറുള്ളൂ. ഇതുണ്ടോ ലെവൽ എഴുതി വെച്ചേക്കുന്നത്. എന്നാ അവസ്ഥയല്ലേ. സൂക്ഷിച്ചുപയോഗിക്കുക വെള്ളമൊക്കെ കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ ആയിരിക്കും. എനിക്ക് വിശന്നപ്പോൾ ഒരു പാക്കറ്റ് മേടിച്ചതാ, കഴിച്ചിട്ട് പോവാം. ഓക്കെ. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു. ലൊക്കേഷൻ ഇവിടുന്ന് 4 കിലോമീറ്റർ. പുള്ളിയുടെ വീടാണ്. ഉണക്കച്ചാണകം കൊണ്ടുവന്നുണ്ട്. ഉണക്കച്ചാണകം തന്നെയല്ലേ ഇത്? ആണ് ചാണകം ഉണക്കി കൊണ്ടുപോവാ. ചാണകം ഉണക്കി കൊണ്ടുവന്നത് പശു തിന്നുന്നു. തിന്നല്ലല്ലോ, മണപ്പിക്കായിരുന്നു.
വൺ വേ ഒന്നും അയക്കാം ഇവിടെ. ഇതാട്ടോ ഇവിടുത്തെ പാട്ടൻ എന്ന് പറഞ്ഞ സിറ്റി. അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും ബുജുവിൻ്റെ അത്ര ഒന്നും വലിയ ഗുമ്മൊന്നുമില്ല. പഴയ ഒരു ടൗണ്. ബുജ് പുതിയ ടൗണ് പോലെ നീറ്റ്. ഇതിൻ്റെ എത്രത്തോളം നീറ്റുണ്ടെന്ന് അറിയത്തില്ല. വലിയ ടൗണാണ്, പക്ഷേ വലിപ്പം കൂടുതലുണ്ട്. വഴിയൊക്കെ ചെറുതാണല്ലോ. വൺ വേ ഒന്നും ആകരുതേ. അവിടെ തന്നെ പിന്നെ പോലീസ് ആദ്യം കയറിട്ടുണ്ടെന്നാണ് പോലീസ്. വണ്ടിയൊന്നും ഇല്ല. എൻട്രൻസ് ഗേറ്റ്. പാട്ടൻ നഗരത്തിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ. പാട്ടൻ PATAN എന്നാണ് അതിൻ്റെ പേര്. വില്ലേജ് ഏതാണ്ട് എഴുതിയിട്ടുണ്ട്. എന്നാന്നൊരു ഇവിടുത്തെ ഇവിടെ മറ്റേ ജിപ്സി ആട്ടോ പോലീസിന്. ഇതുണ്ടോ പോലീസ് ഡയാ 100 ജിപ്സി ഉണ്ട്, ബൊലേറോ ഉണ്ട്. മുമ്പേ ഒരു ബൊലേറോ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു വലിയ തിരക്ക്. ഈ ഗുജറാത്തിലെ ഈ ഒരു ഭാഗത്തിൻ്റെയൊക്കെ ടൗണുകളിൽ ശ്രദ്ധിച്ചാണല്ലോ വലിയ ജനസംഖ്യ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നൊരു 2 ലക്ഷം ആ റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ. 2 ലക്ഷം കാണുമായിരിക്കും, അറിയത്തില്ല കേട്ടോ, നോക്കിയിട്ട് അറിയാവേ. എന്നാലും കുഴപ്പമില്ല. ഉള്ളിലോട്ട് ഇനി ഇതിലും തിരക്കുണ്ടോ എന്ന് അറിയത്തില്ല. नाम चिराग मेरा नाम सजित है. सजित SAJIT सजित. हाँ, वो तो पढ़ा पर प्रोनाउंसिएशन पता नहीं था. हाँ चलो उधर बात करें. ഇതാട്ടോ പുള്ളി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോസ്റ്റ്.